ആശംസി നമ്മുടെ സീറോ മലബാർ സഭയിൽ ഈ ദിവസങ്ങളിൽ ഉടലെടുത്ത അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലുള്ള പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണും. എന്നോട് പലരും ചോദിക്കുകയുണ്ടായി, അച്ഛൻ ഏത് പക്ഷത്താണ്? അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് പക്ഷമൊന്നുമില്ല. സഭയുടെ ആ ഒരു വളർച്ചയിൽ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ വിയോജിപ്പുകൾ പറയണം. ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയുന്ന ഒരു ശൈലി, ഞാനത് നിങ്ങളോട് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. തുറവിയോടെ സമ്മതിക്കാനും എളിമയോടെ ശ്രവിക്കാനും സ്വീകരിക്കാനും അത് സഭാ നേതൃത്വമാണെങ്കിലും സമൂഹ നേതൃത്വമാണെങ്കിലും തയ്യാറാകണം. തുറവിയോടെ സംവദിക്കാനും എളിമയോടെ ശ്രവിക്കാനും സ്വീകരിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകുകയാണെങ്കിൽ കുറെ പ്രതിസന്ധികൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ ചൊല്ലിയ കുർബാനയിൽ പുതുക്കിയ തക്സയിലെ അനാഫ്രയാണ് ചൊല്ലിയത്. അല്പം സുദീർഘമാണ്, പക്ഷേ ഈ തക്സ സ്വീകരിക്കാൻ ഈ രൂപതയിൽ എന്നല്ല സീറോ മലബാർ സഭയിലെ ഒരു വൈദിക പക്ഷത്തിനും എതിർപ്പില്ല എന്ന കാര്യം നിങ്ങൾ അറിയണം. ആകെയുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്തത് ജനാഭിമുഖ കുർബാനയും അൾത്താരാഭിമുഖ കുർബാനയും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള വിയോജിപ്പാണ്. ആ വിയോജിപ്പിനെ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടവരെ ശ്രമിക്കാതിരുന്നതിൻ്റെ ദുരന്ത ഫലമാണ് ഈ രീതിയിൽ സമൂഹ മധ്യത്തിലേക്ക് നമ്മുടെ സഭ വലിച്ചിഴക്കപ്പെട്ടത് എന്ന് ഖേദപൂർവ്വം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആവശ്യമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. വിശുദ്ധ കുർബാനയുടെ ഒരു ഏകീകൃത രൂപമുണ്ടാകാൻ പുതിയൊരു ടെക്സ്റ്റ് രൂപീകരിച്ച് എല്ലായിടത്തും ഒരുപോലെ ആക്കുന്നതിൽ പൂർണ്ണമായ മനസ്സും പൂർണ്ണമായ ആ ഒരു സമ്മതവും എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ ഐക്യരൂപ്യം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ സഭയിൽ പ്രതിസന്ധികൾ ഉടലെടുക്കാനുള്ള കാരണമെന്നുകൂടി നിങ്ങൾ അറിയണം. നമ്മുടെ രൂപത ബുള്ളറ്റിനിൽ, നമ്മുടെ ഇടവകയിലെ പാരിഷ് ബുള്ളറ്റിനിൽ അഭിമന്യ പിതാവിൻ്റെ സർക്കുലർ കൃത്യമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഗ്രഹം അതെന്താണെന്ന് അറിയാനുള്ള സർക്കുലറും പിന്നീട് നിങ്ങൾക്ക് നൽകുകയുണ്ടായി. നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം.